നമസ്തേ. അപ്പോൾ നമ്മൾ ഫിറ്റ് ഇന്ത്യ 2020 പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടി നമ്മൾ ഒരുക്കിയ ഒരു യോഗ മോട്ടിവേഷൻ, യോഗ ആസന തിയറി, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് വെറും നമ്മൾ പ്രാക്ടിക്കൽ മാത്രമായതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് പ്രാക്ടിക്കലും തിയറിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഒപ്പം ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കണ്ണടച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് എല്ലാവരും ഇരിക്കുക. സ്വസ്ഥമായിരുന്ന് ശ്രദ്ധ ശ്വാസഗതിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ശ്വാസത്തിൻ്റെ ഓരോ ഗതിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സർവചരാചരങ്ങളുടെയും തൻ്റെയും നിലനിൽപ്പായ ആ പ്രാണവായുവാണ് തന്നിലേക്ക് കടന്നു വരുന്നത്. ശുദ്ധഗതിയോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി, ഒരു ചൈതന്യത്തോടുകൂടി ആ പ്രാണവായുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ശാന്തിയും സമാധാനവും തനിക്ക് ലഭിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടിരിക്കും. ആ ശ്വാസഗതി പുറത്തേക്ക് പോകുമ്പോൾ ആഴത്തിലൊരു വിശ്രമം തനിക്ക് ലഭിക്കുന്നതായി സങ്കല്പിച്ചു. ഇനി ആ ശ്വാസഗതി ഉള്ളിലേക്ക് ഒരു തണുത്ത ഗതിയോടുകൂടി കടന്നു വരുന്ന വായുഗതിയെ ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുന്ന ഒരു ചൂടുഗതിയോടുകൂടിയുള്ള വായുഗതിയെ ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തണുത്ത ഗതി, പുറത്തേക്ക് പോകുമ്പോൾ ചൂടുഗതി. ഇനി വീണ്ടും ആ വായുഗതി ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമാശയഭിത്തി, വയറിൻ്റെ ഭാഗം ഉൾവലിയുന്നതായും വികസിക്കുന്നതായും, പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ ആമാശയഭിത്തി ഉൾവലിയുന്നതായും ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആമാശയഭിത്തി വികസിക്കുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ ആമാശയഭിത്തി ഉൾവലിയുന്നതും ശ്രദ്ധിക്കുക. ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇനി ആ വായുവും ചൈതന്യവും ബുദ്ധിതലത്തിലേക്ക് പ്രവേശിക്കുന്നു. ബുദ്ധിയിൽ നിറഞ്ഞു തിളങ്ങി നിൽക്കുന്ന ആ ചൈതന്യത്തെ സങ്കല്പിക്കുക. ബുദ്ധി കൊണ്ട് മനോനിയന്ത്രണം ലഭിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥമായ ശരീരം, സ്വസ്ഥമായ ബുദ്ധി, നിയന്ത്രണ വിധേയമായ ഒരു മനസ്സിനെയും സങ്കല്പിക്കുക. പൂർണ്ണമായും ആ ചൈതന്യത്തെ മാത്രം സങ്കല്പിക്കുക. ആ ഓറ ശക്തി. ദീർഘമായി ശ്വാസമെടുത്ത് ഓംകാരം ഉച്ചരിക്കുക. सहनौ भुनक्तु सहवीर्यं
തഥാസ്തു. മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിറകിൽ കെട്ടി യോഗമുദ്ര ചെയ്യാം. അതിനുശേഷം കൈകൾ കൂപ്പി നേരെ നെറ്റിക്ക് മുകളിൽ കൊണ്ടുവന്ന് നമസ്കരിക്കുക. നേരെ നെഞ്ചിന്റെ ഭാഗത്ത് കൈകൾ കൂപ്പി നമസ്കരിക്കുക. സാവകാശം കണ്ണുകൾ. ശരി. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതാണ്. നമുക്ക് ഗുരു പാരമ്പര്യം അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് യോഗ. അപ്പം ഇത് വർഷങ്ങളോളം പഴക്കമുള്ള യോഗ, നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകമായ യോഗ. ഇത് പുറമേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗ എന്ന് പറയുമ്പോൾ മനസ്സ്, ശരീരം, ബുദ്ധി ഇതിനെ കൂട്ടി ഇണക്കുന്നത് കൊണ്ട് യോഗം എന്ന് പറയുന്നു. യോഗം എന്ന് പറയുമ്പോൾ കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് യോഗാവസ്ഥ. അപ്പോൾ ഇത് പതഞ്ജലി മഹർഷി, അതിൻ്റെ മുന്നേ യോഗയുണ്ട്, പക്ഷെ പതഞ്ജലി മഹർഷി ഇതിനെ 8 അംഗങ്ങളാക്കി സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഈ യോഗയെ 8 അംഗങ്ങളാക്കി. 8 അംഗങ്ങൾ. ആ 8 അംഗങ്ങളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. അങ്ങനെ 8 അംഗങ്ങളെ ആക്കിയിരുന്നു. ഈ 8 അംഗങ്ങളാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യമ, നിയമ, ആസന. അങ്ങനെ 3 എണ്ണം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാണായാമ എന്ന് പറഞ്ഞാൽ നാഡി ശുദ്ധീകരണ പ്രാണായാമ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും യോഗ ആദ്യം ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ആര് ചോദിച്ചാലും നമ്മൾ യോഗ ചെയ്തിട്ട് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ഗർഭാവസ്ഥയിൽ യോഗസ്ഥിതിയിലാണ് കിടക്കുന്നത്, ഗർഭസ്ഥ ശിശുവായിട്ട് അമ്മയുടെ വയറ്റിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങി? അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ യോഗാസനം ആരും പഠിപ്പിക്കാതെ തന്നെ അതിലൊരു പ്രൊട്ടക്ഷൻ പോസാണ്, സംരക്ഷണം മാറി കിടക്കുന്ന പോസാണ്. പിന്നെ നമ്മൾ പുറമേക്ക് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എങ്ങനെയാ? നമ്മൾ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി അല്ലേ? കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് അങ്ങനെ കിടന്ന് ആരും പറയാതെ തന്നെ നമ്മൾ എന്താക്കി? കമിഴ്ന്ന് കിടന്നു. ആരും പറയാതെ തന്നെ, അച്ഛനോ അമ്മയോ മറ്റുള്ള ആരും പറയാതെ തന്നെ നമ്മൾ എന്താക്കി? അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. ഭുജംഗാസന എന്ന് പറയും. കൈകള് രണ്ടും കുത്തി നട്ടലിനെ ഉയർത്തി നിർത്താൻ ശ്രമിക്കുന്നു. അതെന്തിനാണ്? നമ്മുടെ ബാക്ക് ബോണിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആരും പറയാതെ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുക, ആരും പറയാതെ തന്നെ നമ്മൾ എന്താക്കി? നമ്മുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഇത് ഉയർന്നു വന്നു. ഇത് ഇങ്ങനെ ചെയ്യൂ. അപ്പോൾ അഥവാ നമുക്ക് എഴുന്നേൽക്കാൻ കോബ്ര പോസ്റ്റർ എന്ന് പറയും, ഭുജംഗാസന. നമുക്ക് അധികം പൊന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് കാലതാമസം വേണ്ടി വരും. എന്നുവെച്ചാൽ നട്ടലിന് ബലമില്ല, അത് പൊന്തുമ്പോൾ വേഗം താടിയടിച്ച് വീണു പോകും. അപ്പോൾ എന്തായി? 2ാമത്തെ ഘട്ടത്തിൽ അങ്ങനെയായി. അതുകൊണ്ട് പണ്ടുള്ളവരൊക്കെ നമുക്കറിയാം, ചോദിച്ചാൽ അറിയാം, നമ്മുടെ കാരണവന്മാരോടും മറ്റുള്ളവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചോദിക്കൂ, നീ എന്തോ നട്ടലില്ലാത്തവനാണോ? ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ നട്ടലിൻ്റെ അവസ്ഥയാണ്. നട്ടലിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക. ആ ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കുന്നത്. അപ്പം യോഗ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങളുടെ പോസുകളാണ്, പലതരം പോസുകൾ. അപ്പം നമുക്കറിയാം, നമ്മളെന്താക്കും? സ്വാഭാവികമായിട്ട്
നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഓടലാണ് പെട്ടെന്ന്. പക്ഷേ നമ്മൾ ചില ജീവികളെ നോക്കിയാൽ മനസ്സിലാവും, അവർ നട്ടല് ശരിയാക്കിയിട്ടേ അവർ യാത്ര ചെയ്യുള്ളൂ. ഉദാഹരണം പൂച്ച, നായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മാർജാലാസനം. അവർ ആദ്യം നിന്ന് നട്ടലിനെ നല്ല രീതിയിലാക്കിയിട്ട് അവരടുത്ത സ്റ്റെപ്പ് വെക്കുകയുള്ളൂ, കാലുകളൊക്കെ നിവർത്തിയിട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെന്താക്കും, എഴുന്നേറ്റ് പോകും. അപ്പോൾ അത് നട്ടലിൻ്റെ ബലത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് യോഗ ഫോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തി. നട്ടല് ഫ്ലെക്സിബിൾ ആയാൽ നമുക്ക് ഗുണമാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മധ്യവയസ്സ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടും, ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ട്, എന്നാലും പറയുകയാണ് മധ്യവയസ്സ്, നല്ല ശരീരം ഉള്ളവരൊക്കെ ഏകദേശം ഒരു മധ്യവയസ്സിലാണ് ചിലത് വരിക. എന്നാലും ചെറുപ്പക്കാർക്കുമുണ്ട് നടുവേദന, അയ്യോ എനിക്ക് നടുവനക്കാൻ പറ്റുന്നില്ല, കുനിയാൻ കഴിയുന്നില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നട്ടലിൻ്റെ 33 ജോയിൻറ്റ്സ്. ഈ ജോയിൻറ്റ്സ് എങ്ങനെ നമ്മൾ അതിനെ ശരിയാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. നട്ടലിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണപ്രദമായ രീതിയിലേക്ക് നട്ടലിന് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. ഈ രീതിയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ യോഗാസനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പല ഫോഴ്സുകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, പല മൃഗങ്ങളുടെ ഫോഴ്സുകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഇന്നർ ഓർഗൻസിന്, ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. വളരെ വ്യക്തമായി പറയാം, ഏതോ ഒരു ശക്തിയാൽ പ്രവർത്തിക്കുന്നു നമ്മുടെ വായുഗതി, അല്ലേ? ഒരു അല്പനിമിഷം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞു. നമ്മളത് മാത്രമല്ല, സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിൻ്റെ കാര്യം അവതാളത്തിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എടുക്കുന്ന വായു ഉള്ളിലെത്തുമ്പോൾ ഇതിനെ നമ്മൾ സോളാർ ഫ്ലെക്സ് എന്ന് പറയുന്നു, വയറിൻ്റെ ആമാശയ ഭിത്തി. കാരണം എന്താ വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ദഹിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എടുക്കുമ്പോൾ ഒരു തണുത്ത ഗതിയാണ്, പുറത്തേക്ക് പോകുമ്പോൾ ചൂടുഗതി ഇതിലെത്തി. ഇനി ഞാൻ ഒന്ന് വളരെ വ്യക്തമായി പറയാം, ഏതോ ഒരു ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ വ്യക്തമായി പറയുന്ന സാധനം. നമ്മൾ നോണും വെജും കഴിക്കുന്നവരുണ്ട്. ഇനി നോണും വെജും ആയിക്കോട്ടെ, ഇതിനെ ദഹിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ നോണ് കഴിച്ചാലും ശരി, വെജ് കഴിച്ചാലും ശരി, നമ്മുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ നോൺ തന്നെയാണ് സത്യത്തിൽ. അപ്പം നമ്മൾ നോണ് കഴിക്കുന്ന ഒരാൾ നോണ് അത് ദഹിപ്പിച്ച് പുറത്തേക്ക് വിടുന്നു. എന്തുകൊണ്ട്? ഇതിനെ ഒന്നും ചെയ്യാതെ അത് വിടുന്നു. അപ്പോൾ ഏതോ ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ വായുവിനെ തരുന്നത്. എന്നിട്ട് അതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ദഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പോയി പോകില്ലേ നമ്മൾ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഏതോ ഒരു ശക്തിയാലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി സംഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചൈതന്യത്തെ സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞു. ചൈതന്യമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാണെങ്കിൽ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ കിരിയൻ ക്യാമറ എന്നൊരു ക്യാമറയുണ്ട്, റഷ്യയിലൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ക്യാമറ. ഈ ക്യാമറയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു ലേസ് കാണും. ഇതിനെ ഓറ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ ധ്യാനാവസ്ഥയിൽ, ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞ സ്റ്റെപ്സുകളുണ്ട്. ഞാൻ പറഞ്ഞ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, അങ്ങനെ ഓരോ പടികൾ കഴിഞ്ഞ് കിട്ടുന്നത്. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പുകളായിട്ട് കയറി വരും. പിന്നെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ വിദ്യാലയത്തിൽ ഞാൻ തന്നെ സ്കൂൾ കൊടുക്കുമ്പോൾ ഞാൻ കുട്ടികൾക്ക് കളികളിലൂടെയാണ് യോഗ കൊടുക്കാറ്. കളികളിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെ ക്രീഡയോഗ എന്ന് പറയുന്നു. ചില കളികൾ ഉൾപ്പെടുത്തി യോഗ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ അപ്പുറം അവർ കൂടിച്ചേരും. അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മൾ പോയിട്ട് യോഗ ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം യോഗാസനമാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രതിരോധ ശക്തി നമ്മൾ എത്രയോ 10 മടങ്ങുണ്ട്. അത് നമ്മുടെ ബ്രീതിൻ്റെ പവർ അനുസരിച്ചാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും അത് തന്നെയാണ്, മനസ്സിലാക്കുക. അപ്പോൾ ആ ബ്രീതിൻ്റെ പവർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊറോണ മാതിരിയുള്ള മാരകമായ അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ ശക്തി കിട്ടും. ലെൻസിനൊക്കെ പവർ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ബ്രീത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
എന്താ വെച്ചാൽ ശ്വാസഗതിയുടെ നിയന്ത്രണമാണ് മനസ്സിൻ്റെയും. നമുക്ക് ഉദാഹരണമായി ഒരു വളരെ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് യോഗാസനങ്ങൾ ചെറുതാൻ തുടങ്ങാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ 2 ചക്രകൾ, നമ്മളെ എനർജി പോയിന്റ്സുകൾ ചക്രകളാണ്. ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാര ചക്ര, അടിയിൽ ബേസ് എന്ന് പറയുന്നു, അടിത്തറ. അത് ഇവിടെ കിടക്കുന്നു, നട്ടലിൻ്റെ എൻഡ്, ബാക്ക് ബോണിൻ്റെ എൻഡിൽ കിടക്കുന്നു മൂലാധാര ചക്ര. സ്വാധിഷ്ഠാന ചക്ര, മണിപ്പൂരക ചക്ര, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രപത്മ, അങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഭയം വന്നാൽ എന്താ നമുക്ക് സംഭവിക്കുക? നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അല്ലേ, സ്വാധിഷ്ഠാന മണിപ്പൂരക ചക്രൻ്റെ ഏകദേശം ഏരിയയിൽ ഉള്ളിൽ നിന്ന് കാളിച്ച വരുന്നു അല്ലേ. ഭയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരില്ലേ, കാളിച്ച വരുമ്പോൾ എന്താ, ഉള്ളിൽ നിന്ന് ഒരു കാളിച്ച വരുന്നു, നേരെ ഹാർട്ടിൻ്റെ മിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 ചക്രം വീക്കാകും. ആ 2 ചക്രം വീക്കാകുമ്പോൾ എന്താവും, നമുക്ക് ഭക്ഷണത്തിന് വലിയ ഇഷ്ടം തോന്നില്ല. അതേമാതിരി ദഹന വ്യവസ്ഥിതി, ഡൈജഷൻ നടക്കില്ല. കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നു, ഡോക്ടർ അതിന് മെഡിസിൻ തരുന്നു. പക്ഷെ കാരണം കണ്ടെത്തിയ ഇതാണ്, സ്വാധിഷ്ഠാന മണിപ്പൂര ചക്രേൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് തന്നെയാണ് സ്ത്രീകൾക്കും വരുന്നൊരു സംഗതി. ഏത് മെൻസ്ട്രൽ പ്രോബ്ലം വരുമ്പോൾ സ്വാധിഷ്ഠാന മണിപ്പൂര ചക്രേൻ്റെ പവർ നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് തലവേദന വരും, ശരീരത്തിന് അനങ്ങാൻ പറ്റാത്ത ചില വേദനകൾ, ഇതൊക്കെ സംഭവിക്കുന്നു. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അനുഭവങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പല വിഷയങ്ങളും. അപ്പോൾ ചക്രകൾക്ക് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചക്രകൾക്കും ഓരോ ഗുണങ്ങളുണ്ട്. ആ പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഫലമായി നമുക്ക് സന്തോഷം, ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ ചക്രകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിലും ഓരോ പ്രത്യേകതയുണ്ട്. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കാണാം, ആദ്യം നമസ്കാര മുദ്രയാണ് പ്രയോഗിക്കുക, പിന്നെ ഹസ്ത ഉദ്ദാസന, പാദഹസ്താസന, അങ്ങനെ ഓരോന്നും ചെയ്യുന്നു. ഇതിൽ ഓരോ ചക്രകൾക്കും ഗുണം കിട്ടുന്നു. അപ്പോൾ നമ്മളെന്നെ ചിന്തിക്കുക, നമ്മൾ കൈ പോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് നമസ്കാര മുദ്രയാണ്. നമസ്കാര മുദ്ര എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ആക്ഷൻ ആവുന്നു. ലെഫ്റ്റ് പഠനത്തിന് സഹായിക്കുന്നു, റൈറ്റ് ഇമോഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പ്രെയർ ആദ്യം ചെയ്യിച്ച് പഠനത്തിന് ഇതാക്കുള്ളൂ, ഇങ്ങനെ ഇതേ രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ വളരെ ഗുണപ്രദമാണ്. മാത്രമല്ല പണ്ടൊക്കെ നമ്മൾ അറിയാം, ഇപ്പം നിങ്ങൾ അതിന് യോജിക്കുമോ എന്നറിയില്ല, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് യോജിക്കും. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും കുട്ടി ഒന്ന് ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി കളിച്ചാലോ ഒക്കെ ഒന്ന് ഏത്തടും അറിയാം അത്യാവശ്യം. ഏത്തത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ബ്രെയിനിലേക്കുള്ള ആക്ഷൻ വർദ്ധിക്കുന്നു ഏത്തടുമ്പോൾ. അതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും കുട്ടികളൊന്ന് ഉറങ്ങിപ്പോയാൽ ബ്രെയിൻ ആക്ഷൻ കിട്ടാൻ വേണ്ടി അധ്യാപകർ ഏത്തെടുന്ന് പറയും. അപ്പോൾ ഇത്യാദി ഗുണങ്ങളൊക്കെ യോഗയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഇനി യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇരുന്നു കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ചെറിയ രീതിയിലും ഞാൻ പറയാം. നമ്മൾ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാലുകൾ നീട്ടി നേരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. ഇതിനെ ദണ്ഡാസനം എന്ന് പറയും. നട്ടല് നിവർത്തി നേരെ ഇരിക്കുന്ന അവസ്ഥയിൽ ദണ്ഡാസനം എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ ബ്രീത്ത് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ബ്രെത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ട ടോസ് ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഈ രീതിയിൽ ചെറിയ ഇതിനെ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്ന് പറയുന്നു. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ്. നമ്മൾ ചിലവർക്ക് കാലും വിരലുകളൊന്നും അധികം ചലനം ഉണ്ടാവില്ല. അതിൻ്റെ പ്രശ്നം കാരണം നമുക്ക് നടത്തത്തിൽ ചില വിഷമങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. അതേമാതിരി ആങ്കിൾ ബെൻഡിങ് ഉണ്ട്. ആങ്കിൾ ബെൻഡ് ചെയ്യുന്നു. എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ. നല്ലോണം താഴ്ത്തുന്നു, ഉയർത്തുന്നു. ഈ രീതിയിൽ തന്നെ ചെയ്യാം. താഴ്ത്തുമ്പോൾ ബ്രീത്ത് ഔട്ട്, ഉയർത്തുമ്പോൾ ബ്രീത്ത് ഇൻ. ശ്വാസം പുറത്തേക്ക് വിടുന്നു, ശ്വാസം വിടുന്നു. ഇനി ആങ്കിൾ റൊട്ടേഷൻ. ഇത് നോർമൽ ബ്രീത്തിൽ ചെയ്യുന്നു. സാധാരണ ശ്വാസഗതിയിൽ ഇതേ രീതിയിൽ കറക്കുന്നു. ഇനി മറുവശത്തേക്കും ഇതേ രീതിയിൽ ചെയ്യുന്നു, മറുവശത്തേക്കും ഇതേ രീതിയിൽ ചെയ്യുന്നു. ശരി. ഇനി കാലുകൾ നേരെ വെച്ചു. ഇനി നീ ബെൻഡിങ്. നമ്മളെ കാൽമുട്ടിൻ്റെ നീ ജോയിൻസിൻ്റെ അവിടെ ലിഗ്മെൻറ്റ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൈകൾ ഇൻ്റർലോക്ക് ചെയ്തു. എന്നിട്ട് കൈകൾ ഇതേ രീതിയിൽ വെച്ചു. ഇൻഹേൽ ചെയ്ത് ഉയർത്തുന്നു, എക്സേൽ ചെയ്ത് താഴ്ത്തുന്നു. ഇൻഹേൽ. തലക്ക് മുകളിലേക്ക് കാലെത്തിക്കണം. അപ്പം തലക്ക് മുകളിലേക്ക് കാല് കൊണ്ടുപോകുമ്പോൾ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുന്നു. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ മാതിരിയുള്ള ഇതൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഉയർത്തുമ്പോൾ തലേൻ്റെ മുകളിലേക്ക് എത്തണം.
അപ്പോൾ കാലിന് ഒരു ഇതും കൂടി കിട്ടി. എന്ത്? ഞാനിത് ആ തലക്ക് മുകളിലേക്ക് പോകുന്നു. ഉണ്ടാ, ഇതൊക്കെ മനസ്സായിട്ട് ബന്ധമുണ്ട്. ഉണ്ടാ, ഇൻഹേൽ എക്സേൽ. ഇനി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നത്? ഇൻഹേൽ ചെയ്ത് അവിടെ നോർമൽ ബ്രീത്ത് കാലിൻ്റെ ഈ ഭാഗം പിടിച്ചിട്ട് നല്ലോണം ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഒന്ന് റൊട്ടേഷൻ ചെയ്ത് നോക്കുക. ഉണ്ടാ, ഇങ്ങനെ കറക്കുക. മറുവശത്തേക്കും ഇതേ രീതിയിൽ റൊട്ടേഷൻ ചെയ്ത്. എന്നിട്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർക്കൊക്കെ നല്ലോണം വേദനയാവും. ഇവിടെ പിടിച്ചിട്ട് ഒന്ന് അമർത്തുമ്പോൾ നമുക്കറിയാം ആ വെയിന് നുകർന്ന് വരുമ്പോൾ വേദന ഇങ്ങനെ അമർത്തുക. ഉണ്ടാ, എന്നിട്ട് മെല്ലെ താഴ്ത്തുക. ഇതൊരു ടെക്നിക്കാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളൊക്കെ നുകർന്ന് കാലിന് സുഖം കിട്ടും. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്. ഇനി മറുവശം ഇതേമാതിരി എന്ത് ചെയ്തു? ഇൻഹേൽ ചെയ്തു, എക്സേൽ. എൻ്റെ തലക്ക് മുകളിലേക്ക് പോകണുണ്ടോ? ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇതൊരു 5 times. അങ്ങനെ 2 കാലിലും ബോത്ത് ലെഗ്സ് 5 10 times ചെയ്യണേ. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്തു? ഇൻഹേൽ ചെയ്ത് കണ്ടോ, കാല് നിർത്തി പിടിച്ചു. ഇവിടുന്ന് നോർമൽ ബ്രീതിൽ റൊട്ടേഷൻ ചെയ്യുന്നു, കറക്കുന്നു. ഇതേ രീതിയിൽ മറുവശത്തേക്കും ഇതേ രീതിയിൽ കറക്കുന്നു. ഉണ്ടാവും. എന്നിട്ട് കാലിൻ്റെ നമ്മുടെ ടോസിൻ്റെ തൊട്ട താഴെ പിടിച്ചിട്ട് കണ്ട കാൽമുട്ട് നിവർന്നിരിക്കണം. എന്നിട്ട് അമർത്തുന്നു. കണ്ട നല്ലോണം അമർത്തി പിടിച്ചു. അപ്പോൾ ഇത് വലിഞ്ഞു മുറുകുന്നു. നല്ല വേദന ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ആ ഞരമ്പിനെ നമ്മൾ നിവർത്തുകയാണ്. ഉണ്ടാവും. അപ്പോൾ കാലിൽ സുഖം കിട്ടുന്നു. മെല്ലെ താഴ്ത്തി വെച്ചു. ഇനി റൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കാലിൻ്റെ ഇതേ രീതിയിൽ പിടിച്ചു റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് നോർമൽ ബ്രീതിൽ ചെയ്യാം, സാധാരണ ശ്വാസഗതി. ഇനി മറുവശത്തേക്ക് ഇതേമാതിരി ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ഇതേമാതിരി ചെയ്യും. പൂർവ്വസ്ഥിതിയിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ചു. ലെഫ്റ്റിലും ഇതേമാതിരി ചെയ്യുക. ഉണ്ടാവും. ഈസി ആയിട്ട് ഇത് നമ്മുടെ ലിഗ്മെൻറ്റ് അതേമാതിരി കാലിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ശരി, പൂർവ്വസ്ഥിതിയിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ചു. ഇനി അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. 2 കാലും മടക്കി വെച്ച് കൈകൾ കോർത്ത് വെക്കണം. ഞാൻ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചു. കേട്ടോ. എന്നിട്ട് പിറകോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അടിച്ച് വീഴരുത്. ചെറുങ്ങനെ ബാലൻസ് ചെയ്യണം. അഥവാ ഇത് പറ്റുന്നത് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ലേശം ശ്രദ്ധിച്ച് ചെയ്യണം. ബാക്ക് പെയിൻ ഉള്ളവർ ഇങ്ങനെ കൈ കുത്തിയിട്ട് ചെയ്യട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉയർത്തുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. അഥവാ നല്ല വേദന ഉള്ളവർ തീരെ ചെയ്യരുത്. അല്ലാത്തവർ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇനി എൻ്റെ കാല് മടങ്ങിയിരിക്കുകയാണ്, കൈ നിവർന്നിരിക്കുകയാണ്. അപ്പോൾ സമസ്ഥിതി എന്ന് പറയും. കേട്ടോ, ഒരേ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാണ് കൈയും കാലും നിവർന്നിരിക്കുന്നത്. കണ്ട, ഈ ലെവൽ കിട്ടണം. കണ്ട, ഇതിൽ നിന്ന് പിന്നെ പലതും നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഈ മെല്ലെ താഴ്ത്തി വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പിടുത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലെ എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇത്രയും ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഹാഫ് ബട്ടർഫ്ലൈ. വലത് കാലെടുത്ത് റൈറ്റ് ലെഗ് എടുത്ത് ഇടത് തുടമസിൽ കയറ്റി വെച്ചു. താഴ്ത്തുന്നു, ഉയർത്തുന്നു. ഇതേമാതിരി താഴ്ത്തുക, ഉയർത്തുക. നോർമൽ ബ്രീത്തിൽ ചെയ്താൽ സാധാരണ ശ്വാസം നല്ലോണം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് താഴ്ത്തുക. എന്താ വെച്ചാൽ നമ്മുടെ പെൽവിക് ഏരിയ അത് ഓപ്പണായി കെട്ടിയാൽ നമുക്ക് നല്ല സുഖം, കാല് ഫ്ലെക്സിബിലിറ്റി ആവും. അതേ രീതിയിൽ തന്നെ മറുവശവും ഇതേ രീതിയിൽ താഴ്ത്തുന്നു, ഉയർത്തുന്നു. ഈ രീതിയിൽ തന്നെ ചെയ്യും, ഈസിയായിട്ട്. മാത്രമല്ല ഇത് പത്മാസനത്തിന് കാല് മടക്കിയിരിക്കാനൊക്കെ ഏറ്റവും സഹായകം കേട്ടോ. ഇത് ചെയ്യാം. കൈ കൊണ്ടൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. പൂർവ്വസ്ഥിതിയിലേക്ക് താഴ്ത്തി വെച്ചു. ഇനി നമ്മൾ ഫുൾ ബട്ടർഫ്ലൈ എന്ന് പറയും, ഭദ്രാസനം. 2 കാലും ഇതേ രീതിയിൽ വെച്ചു, കൈകൾ ഇതേ രീതിയിൽ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഗുണപ്രദമായ എന്നിട്ട് 2 വശത്തേക്കും നമ്മൾ ബട്ടർഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേമാതിരി ഇളക്കുന്നു. അപ്പോൾ പറഞ്ഞ മാതിരി പെൽവിക് ഏരിയ ഇവിടെ ഇത് ഫ്രീ ആയി കിട്ടുന്നു. കിട്ടുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ കാണുമ്പോൾ ഹോസ്പിറ്റലൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സിസേറിയൻ ഒഴിവാക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നം പുരുഷന്മാർക്ക് ഉണ്ടാകുമ്പോൾ
അത് പരിഹരിക്കാൻ നല്ലൊരു ആസനം കൂടിയാണ് വജ്രാസനം. ശ്രദ്ധിക്കുക, ഇത് ചെയ്താൽ മതി. ഇങ്ങനെ നല്ലോണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതേ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക. പത്മാസനത്തിലേക്ക് പോകാൻ എളുപ്പ വഴിയും ആണിത്. നല്ലോണം വീണ്ടും ഇതേ രീതിയിൽ നല്ലോണം അമർത്തിക്കൊള്ളു. പൂർവ്വസ്ഥിതിയിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? വലത് കാലെടുത്ത്, റൈറ്റ് ലെഗ് എടുത്ത് ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചു, കയറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് റൈറ്റ് ലെഗിൽ ഉയർത്തി വെച്ചു. ഇതേമാതിരി ഇടത് കൈ എടുത്ത് വലത് കാലിൻ്റെ മുകളിൽ വെച്ചു. ഇങ്ങനെ ഈ രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്തു? മെല്ലെ നമ്മൾ വലത് കൈ റൈറ്റ് ഹാൻഡ് മെല്ലെ പിറകിലേക്ക് ഇതേമാതിരി വെച്ചു. എന്നിട്ട് മെല്ലെ ടേൺ ചെയ്യുക. നോർമൽ ബ്രീതിൽ അവിടുന്ന് നോർമൽ ബ്രീത്ത്, തിരിഞ്ഞു പോകുമ്പോൾ നോർമൽ ബ്രീത്ത്, മെല്ലെ തിരിച്ചു പോരുക. ഇനി കൈകളും കാലുകളും മാറ്റുക. ഇടത് കാലെടുത്ത് വലത് കാലിൻ്റെ മുകളിൽ വെച്ചു, വലത് കൈ എടുത്ത് ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചു. ഇടത് കൈ പിറകോട്ട് ചുറ്റി ഇതേമാതിരി. എന്നിട്ട് മെല്ലെ മെല്ലെ ടേൺ ചെയ്യാണ്ട. എൻ്റെ കോളർ പോകണം, നല്ലോണം ടേണായി. നോർമൽ ബ്രീത്ത്, മെല്ലെ തിരിഞ്ഞു വരുന്നു. അപ്പോൾ എന്തായി? നമ്മുടെ ബാക്കിൽ സ്പൈനിന് സ്റ്റിച്ചിങ് വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കിട്ടും കേട്ടോ. ശരി, ഇനി സ്വസ്ഥമായി കാലുകൾ മടക്കി നമ്മൾ സ്വസ്ഥമായ അവസ്ഥയിൽ ഇരിക്കും. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കുക, സ്വസ്ഥമായി കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അടുത്തത് ഫിംഗേഴ്സ് ബെൻഡിങ്. കൈകളിൽ നിവർത്തുന്നു, താഴ്ത്തുന്നു. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇനി റിസ്റ്റ് ബെൻഡിങ്. പെട്ടെന്ന് താഴ്ത്തുന്നു. എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. ഇനി റിസ്റ്റ് റൊട്ടേഷൻ. ആദ്യ മുദ്ര തമ്പ് നമ്മൾ ഇതേമാതിരി കൂട്ടിപ്പിടിക്കുന്നു. തമ്പ് ഇതേമാതിരി മറ്റേ ഫോൾഡ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് റൊട്ടേഷൻ ചെയ്യുക. ഇത് നോർമൽ ബ്രീത്ത് ചെയ്യുക. സാധാരണ ശ്വാസഗതിയിൽ നല്ലോണം കറക്കുക. മറുവശത്തേക്കും ഇതേ രീതി ചെയ്യുക. കറക്കുക, നല്ലോണം കറക്കുക. കൈകൾ താഴ്ത്തി വെക്കുക. ഇനി എൽബോ ബെൻഡിങ്. ഇടത് കൈ ചിന്മുദ്ര. ഇതാണ് ചിന്മുദ്ര. നമ്മുടെ തമ്പും ഈ ഫിംഗറും ഉപയോഗിച്ച് നമ്മളിങ്ങനെ പിടിക്കുന്നു. ഇൻഡെക്സ് എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു. ഇത് നിവർത്തി വെക്കുന്നു. ഇത് എക്സേൽ ചെയ്യുന്നു, ഇൻഹേൽ ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്നു, ശ്വാസം എടുക്കുന്നു. എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതേ രീതിയിൽ ചിൻ ഇതിൽ വെച്ചു, മറ്റേ കൈ നിവർത്തി വെച്ചു. എക്സേൽ ഇൻഹേൽ. ഇതേമാതിരി ചെയ്യുക. ശ്വാസം എടുക്കുന്നു, വിടുന്നു, എടുക്കുന്നു, വിടുന്നു, എടുക്കുന്നു, വിടുന്നു. ശരി, ഇനി ഷോൾഡർ ബെൻഡിങ്. ഷോൾഡറിൽ കൈവച്ചു. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇത് രീതി ചെയ്യുക. ഇനി ഷോൾഡർ റൊട്ടേഷൻ. നോർമൽ ബ്രീതിങ്. ഇതേമാതിരി കൈവച്ചിട്ട് ഈസി ആയിട്ട് കറക്കുക. നല്ല രീതിയിൽ ഈസി ആയിട്ട് കറക്കുക. ഇനി മറുവശത്തേക്ക് ഇതേ രീതി കറക്കുക. ഈസി ആയിട്ട് കറക്കുക. ശരി, കൈകൾ താഴ്ത്തി വെച്ചു. അടുത്തത് നെക്ക് ബെൻഡിങ്, നെക്ക് റൊട്ടേഷൻ. കഴുത്ത് നേരെ വെക്കുന്നു. എന്നിട്ട് എക്സേൽ ചെയ്ത് ബെൻഡ് ചെയ്യുന്നു. ഇൻഹേൽ ചെയ്ത് സ്ട്രെയിറ്റ് ആക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്നു, ശ്വാസം എടുക്കുന്നു. എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. ഇങ്ങനെ കുറച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആക്കി നിർത്തി എക്സേൽ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. മതി. ഇനി നമ്മൾ റൈറ്റ് ടേൺ ചെയ്യുമ്പോൾ എക്സേൽ, സ്ട്രെയിറ്റ് ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. ഓക്കെ. ഇനി ലെഫ്റ്റ് ടേൺ. എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ, എക്സേൽ ഇൻഹേൽ. ഇനി റൊട്ടേഷൻ ആണ്. ഇത് സ്പോണ്ടിലൈസിസ് ഉള്ളവർ ചെയ്യാൻ പാടില്ല. അവർക്ക് വേറെ ഞാൻ കാണിച്ചു തരാം. ഈ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇവിടെ വേദന, ഡ്രൈവിംഗ് ചെയ്യുമ്പോഴുള്ള വേദന, അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. സ്പോണ്ടിലൈസിസ് ഇല്ലാത്തവർ മെല്ലെ എന്ത് ചെയ്യുക? സ്ലോലി റൊട്ടേഷൻ, മെല്ലെ കറക്കുക, മെല്ലെ കറക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡ് മറുവശത്തേക്കും മെല്ലെ കറക്കുക.
ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കൈകൾ ഇന്റർലോക്ക് ചെയ്യുക. എന്നിട്ട് നെറ്റീൻ്റെ ഭാഗത്ത് വെച്ച് മുന്നോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഫോഴ്സ് മുന്നോട്ടായിരിക്കട്ടെ. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പിറകോട്ട് ഫോഴ്സ് കൊടുത്ത് ഒന്ന് അമർത്തി വെച്ച് പിടിക്കുക. ഇനി നേരെ വലതുവശത്ത് ഇതേ രീതിയിൽ നമ്മൾ റൈറ്റിൽ ഇതേമാതിരി കൈ വെച്ചിട്ട് ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യും. നേരെ മറുവശത്ത് ഇതേമാതിരി ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുക. എന്നിട്ട് ബലമാക്കി വെക്കുക. നേരെ ചിൻ ഇവിടെ അമർത്തി വെക്കുക. ഇത്രയും ചെയ്യുക. സ്പോണ്ടലൈസിസ് ചിലപ്പോൾ ഈ വേദന മാറിക്കിട്ടും കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഒരാൾ വിളിച്ചാൽ നമ്മുടെ കഴുത്താണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഐ ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നില്ല. മെല്ലെ എന്ന് മൂവ് ചെയ്തല്ലേ. അപ്പോൾ അതെന്താവും? നമ്മുടെ ഒരു കിണറിൽ പാറ കെട്ടിക്കിടക്കുന്ന രീതിയിൽ ഇവിടെയും ചലനം ഇല്ലെങ്കിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഐ മൂവ്മെൻറ്റ് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്തു? 2 വിരൽ കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്നു. ഇൻഡെക്സ് തമ്പ് കൊണ്ട് ഇങ്ങനെ തുറന്ന് പിടിക്കുന്നു. നേരെ മുകളിലേക്ക് നോക്കുന്നു. കണ്ടോ? കുറച്ച് നേരം അങ്ങനെ നോക്കുക. നേരെ താഴേക്ക് നോക്കുക. കുറച്ചു നേരം അങ്ങനെ നോക്കുക. ഇനി മുകളിലേക്കും താഴേക്കും മാറി മാറി മൂവ് ചെയ്യുക. ശരി, നേരെ നിർത്തുക. ഇനി ലെഫ്റ്റ് ഇടതുവശത്തേക്ക് മെല്ലെ ബെൻഡ് ചെയ്യിച്ചു. സ്ട്രെയിറ്റ്. റൈറ്റിലേക്ക് ബെൻഡ് ചെയ്യിച്ചു. ഇനി ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് മാറി മാറി ചെയ്യുക. വേഗത കൂട്ടുക ഒന്ന്. ശരി, നേരെ വഴി. ഇനി നല്ലോണം ഒന്ന് പാം ചെയ്യുക. പാം ചെയ്ത് ഐബോൾ ടച്ച് ചെയ്യാതെ നമ്മൾ കപ്പ് ഷേപ്പിൽ കൈ വെക്കുന്നുണ്ട്. കപ്പ് ഷേപ്പിൽ ഐബോൾ ടച്ച് ചെയ്ത് എന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ കൈ വെച്ച് നോക്കുന്നു. വീണ്ടും ഇതേമാതിരി തന്നെ കപ്പ് ഷേപ്പിൽ കൈ വെച്ചു, വെറുതെ വെച്ചു. ശരി, ഇനി റൊട്ടേഷനാണ്, കറക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതേമാതിരി പിടിച്ച് നല്ലോണം കറക്കുക. ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക്. ഇനി ഓപ്പോസിറ്റ് സൈഡ് മറുവശത്തേക്ക് ഇതേ രീതിയിൽ നമ്മൾ കറക്കുക. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്തു? നല്ലോണം പാം ചെയ്ത് കണ്ണടച്ച് ഇൻഹേൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് എക്സേൽ ചെയ്ത് വെക്കണം. ഇതാ ഇൻഹേൽ ഹോൾഡിങ്, കണ്ണടച്ച് ഹോൾഡ് ചെയ്തു, എക്സേൽ വിട്ടേക്കുക. വീണ്ടും ഇതേമാതിരി തന്നെ ഇൻഹേൽ ഹോൾഡിങ് എക്സേൽ. ഒരു പ്രാവശ്യം ചെയ്യുക. ഇൻഹേൽ ഹോൾഡിങ് എക്സേൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഇരുന്നിട്ട് ചെയ്തതാണ്. ഇത് ഏത് സമയത്തും ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതി ചെയ്യുന്നത്, ഇതിപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡിങ്ങിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നേരെ ഇവിടുന്ന് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് നമ്മൾ ഒരു പാദത്തിൻ്റെ അകലത്തിൽ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ സൂക്ഷ്മമായി ചെയ്യുന്ന ചില ഇളക്കം തട്ടാൻ വേണ്ടിയിട്ട്. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ എന്താവും? ആദ്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടുന്ന മാതിരി മെല്ലെ മെല്ലെ ഇളക്കം തട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന സൂക്ഷ്മ വ്യായാമങ്ങളാണ്. അപ്പോൾ കാലുകൾ ചേർത്ത് വെച്ചു. ഒരു പാദത്തിൻ്റെ അകലത്തിൽ നമ്മൾ വിട്ടുവെച്ചു. വേണ്ട, വിട്ടുവെച്ചു. കൈകൾ ദേഹത്തോട് ചേർത്ത് വെച്ചു. വേണ്ട, ഇൻഹേൽ. ടോസിൽ നല്ലോണം പൊന്തുക. എക്സേൽ. ഇതേമാതിരി ടോസിൽ പൊന്തണം. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇതൊരു 10 ടൈംസ് നിങ്ങൾ ചെയ്യാം. ഇൻഹേൽ എക്സേൽ. അത് കഴിഞ്ഞ് അതേ രീതിയിൽ തന്നെ കൈകൾ വെച്ച് നെഞ്ചിൻ്റെ ഭാഗത്ത് ഇതേമാതിരി ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. കൈകൾ താഴ്ത്തുന്നു. അതും ഇതേമാതിരി 5 ടൺ ചെയ്യാം. ഇനി നമ്മൾ കാലുകൾ അല്പം അകത്തി വെച്ച് ഗജ ആസനം എന്ന് പറയും. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെ ചീറ്റുന്ന അതേ ശബ്ദത്തോടു കൂടി നമ്മൾ ബ്രീതിനെ പുറത്തേക്ക് വിടുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് ബോണിൽ ഇതേമാതിരി കൈ വെക്കുന്നുണ്ടോ? ഇതേമാതിരി നമ്മൾ നോക്കുക. അതാണ് ഇങ്ങനെ ഉണ്ടാവും കൈ. ഇതേ രീതിയിൽ വെക്കുന്നു. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് 2 എക്സലേഷനാണ് ചെയ്യുന്നത്. ഉണ്ടാവും എക്സേൽ, കൈ മുന്നോട്ട് വെച്ചു. വീണ്ടും എക്സേൽ. നേരെ വന്ന് കൈ പിറകിൽ വെച്ചു. നമ്മൾ ഇങ്ങനെ വെക്കരുത്. ഇത്
കണ്ടോ ഈ രീതിയിൽ ആകരുത്. ഒന്ന് ലോക്ക് ചെയ്തു, ഉള്ളോട്ട് ബെൻഡ് ചെയ്തു. കണ്ടോ ഇൻഹേൽ നേരെ വരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ബെൻഡ് ചെയ്യണം പിറകോട്ട് പോകുമ്പോൾ? നെക്ക്, അതേപോലെ ചെസ്റ്റ്, എബ്ഡമൻ ഭാഗം ബെൻഡ് ചെയ്യണം. അല്ലാണ്ട് ഇത് മാത്രമല്ല, ഹിപ്പ് മാത്രമല്ല, എല്ലാത്തിനും ഷെയറിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഒന്നും കൂടി കാണിച്ചിരുന്നു. എക്സേൽ, 2 എക്സലേഷൻ, നേരെ ഒന്ന് ഇൻഹേൽ, എക്സേൽ. ഇത് ഒരു 5 ടൈംസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? കൈ ഇതേ രീതിയിൽ ബന്ധിപ്പിക്കുന്നു പിറകിൽ. കണ്ടോ ബോഡി സ്ട്രെയിറ്റ്. അപ്പോൾ എന്താ നമ്മൾ ഹീൽസിൽ മെല്ലെ ഒരു വശത്തേക്ക് ടേൺ ചെയ്ത് ഇവിടെ നിന്നുണ്ടായി. അപ്പം ബോഡി അങ്ങോട്ടായ ഇൻഹേൽ, എക്സേൽ ചെയ്ത് ബെൻഡ് ചെയ്തു. കണ്ടോ എക്സേൽ ചെയ്ത് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വളച്ചൊടിച്ച് പോകരുത്. ബെൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ബോണിന് സ്ട്രെയിൻ വരാതെ നമ്മൾ നിവർത്തി വെച്ചുകൊണ്ടുണ്ടാവും. എക്സേൽ ചെയ്ത് ഇവിടെ നേരെ ഇൻഹേൽ, സ്ട്രെയിറ്റ് നോർമൽ ബ്രീത്ത്, ടേൺ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, സ്ട്രെയിറ്റ് നോർമൽ. ഇത് 4 + 4 8 പ്രാവശ്യം നമ്മൾ ചെയ്യുക. 2 വശം, ഒരു വശത്ത് 4, ഒരു വശത്ത് 4 ചെയ്യാം. ഇതേ സാധനം തന്നെ നമ്മൾ കൈകൾ നേരെ മുകളിൽ വെച്ചു, ഇതേമാതിരി ടേൺ ചെയ്യുന്നു. ഇൻഹേൽ, എക്സേൽ, ഇങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ട് പോയി എക്സേൽ, ഇൻഹേൽ, സ്ട്രെയിറ്റ് നോർമൽ ബ്രീത്ത്, ടേൺ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, സ്ട്രെയിറ്റ് നോർമൽ ബ്രീത്ത്, റിലാക്സ്. ഇതും 4 + 4 8 പ്രാവശ്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വളച്ചൊടിച്ചു കൊണ്ട് പോകരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആക്കി നിവർത്തി വെച്ചുകൊണ്ട് ബാക്ക് ബോണിനെ, എന്നാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനൊക്കെ ബെൻഡ് ചെയ്യുന്നില്ലേ, ഈസി ആയിട്ട് കിട്ടുന്ന സാധനം. ഇനി നമ്മൾ കുറച്ചും കൂടി വൈഡ് ചെയ്തു കാല്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് സൈഡിലേക്കുള്ള ബെൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ പാർശ്വഭാഗത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആസനമാണത്. അപ്പോൾ ആ ആസനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലിക്വിഡ് ബാലൻസിങ്, വേർട്ടിഗോ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഗുണപ്രദമാണ്. എന്താ വെച്ചാൽ ഈ ലിക്വിഡ് നമുക്ക് ബാലൻസിങ് കിട്ടുന്നത് ഇത് ചെയ്യുമ്പോൾ, സൈഡിലേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ഇതിന് ഗുണപ്രദമാണ്. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ. കാരണം ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരൊന്നും പെട്ടെന്ന് ചെയ്യരുത്. അതേപോലെ സർജറി കഴിഞ്ഞവർ പെട്ടെന്ന് ചെയ്യരുത്. മെല്ലെ മെല്ലെ നോക്കിയിട്ട് ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ഉത്തമം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നത്. പ്രത്യേകിച്ച് BP ഒക്കെ ഉള്ളവർ പെട്ടെന്ന് തല താഴ്ത്തുമ്പോൾ തല കറങ്ങി വീണ് പരിക്ക് പറ്റും. അതുകൊണ്ട് നമ്മുടെ ശാരീരിക അവസ്ഥ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. അത് പ്രത്യേകം പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു? കൈകൾ 2 വശത്തേക്ക് ഇതേ രീതിയിൽ പാരലാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കൈ നമ്മൾ ഉയർത്തി ബൈസിപ്സ് ഇയറിനോട് ടച്ചായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇത് ഇൻഹേൽ ചെയ്ത് അപ്പ് ചെയ്യുന്നു, ഉയർത്തുന്നു. എന്നിട്ട് എക്സേൽ ചെയ്ത് മെല്ലെ മെല്ലെ നമ്മൾ കണ്ട മുന്നോട്ടൊന്നും പോകരുത്, നേരെ വന്ന് എക്സേൽ 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 നോർമൽ ബ്രീത്തിൽ നടക്കുന്നു. ഇതൊരു ബാലൻസിങ് കൂടിയാണ്. ഉണ്ടാ നോർമൽ ബ്രീത്ത്, മുന്നോട്ടൊന്നും പോകരുത്, നോർമൽ ബ്രീത്ത്. ഇൻഹേൽ ഉണ്ടാ നേരെ ബൈസിപ്സ് ഇയറിനോട് ടച്ച് ചെയ്തു, എക്സേൽ നേരെ ബെൻഡ് ചെയ്തു, എക്സേൽ നോർമൽ ബ്രീത്ത്. കാൽമുട്ടൊന്നും ബെൻഡാവെ. ഇൻഹേൽ ഇതേമാതിരി വന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരെ മുകളിലെ കയ്യെ നോക്കിക്കൊണ്ട് നമ്മൾ മെല്ലെ എക്സേൽ എക്സേൽ എക്സേൽ. ഈ സമയത്ത് ബൈസിപ്സ് ഇയറിനോട് ടച്ച് ആകുന്നില്ല. കണ്ടാ എക്സേൽ നോർമൽ ബ്രീത്ത്. ആ കയ്യെ നോക്കി നിൽക്കുന്നു. ഇൻഹേൽ കണ്ടാ എക്സേൽ നേരെ മുകളിലെ കയ്യെ നോക്കി നിൽക്കുന്നു. നോർമൽ ബ്രീത്ത്. ഇൻഹേൽ. ഇനി നമ്മൾ എന്ത് ചെയ്തു? നീ ജോയിൻസ് ബെൻഡ് ചെയ്തു. നീ ജോയിൻസ് ബെൻഡ് ചെയ്യുമ്പോൾ എന്താവും? നീ ജോയിൻസിന് ബലം കിട്ടുന്നു. കണ്ടാ ബെൻഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് എക്സേൽ നോർമൽ ബ്രീത്ത്. കണ്ടാ എക്സേൽ നോർമൽ. ഇതേമാതിരി സപ്പോർട്ടിങ് കൊടുക്കുന്നു. ഇൻഹേൽ എക്സേൽ. കണ്ടാ ഈ നീ ജോയിൻസ് ബെൻഡ് ചെയ്ത് കൊണ്ടാ ഇതേ രീതിയിൽ സപ്പോർട്ടിങ് കൊടുത്ത് ഈസിയായി നമുക്ക് പറ്റും. ഇൻഹേൽ റിലാക്സ്. അപ്പോൾ കിട്ടും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് വേസ്റ്റ് അമിതമായി കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ മാറിക്കിട്ടും. മാത്രമല്ല ലിക്വിഡ് ബാലൻസിങ് വരുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി ലൂസനിങ് ഉണ്ട്. അത് നമ്മൾ 2 ആസനങ്ങൾ കാണിച്ചതിന് ശേഷം നമുക്ക്
പിന്നീട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ആസനം കാണിക്കുന്നത് ഇനി കുറച്ചുകൂടി ലൂസനിങ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തു, അർദ്ധചക്രാസനം, ഹാഫ് വീൽ പോസ്ചർ എന്ന് പറയുന്നു. ഇത് എല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, കാലുകൾ ചേർത്ത് വെച്ചു, കൈകൾ ഇതേ രീതിയിൽ ചേർത്ത് വെച്ചു, കൈകൾ പിറകിൽ ബാക്ക് ബോണിൽ ഇതേമാതിരി വെക്കും. ഇങ്ങനെ പിടിക്കരുത്, നേരെ പിറകോട്ട് വെച്ചു കണ്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നെക്ക് ബെൻഡ് ചെയ്യും, ചെസ്റ്റ് ബെൻഡ് ചെയ്യും, അബ്ഡമൻ ബെൻഡ് ചെയ്യും. അപ്പോൾ ഇൻഹേൽ ചെയ്തിട്ടാണ് പിറകോട്ട് പോവുക. അവിടുന്ന് നോർമൽ ബ്രീതാണ് അവിടെ നിൽക്കുമ്പോൾ. തിരിച്ചു വരുമ്പോൾ എക്സേൽ ചെയ്ത് തിരിച്ചു വരുന്നു. ശരി, ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ അതേമാതിരി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെല്ലെ മെല്ലെ ഇതാ, ഇൻഹേൽ, നോർമൽ ബ്രീത്ത്, എക്സേൽ ചെയ്ത് തിരിച്ചു വരിക. അപ്പോൾ നമ്മളൊന്ന് ഇനി കറക്റ്റായിട്ട് ചെയ്യാം. ആദ്യം ഇൻഹേൽ ചെയ്ത് ബെൻഡ് ചെയ്യുന്നു. ഇതാ ഇൻഹേൽ, നോർമൽ ബ്രീത്ത്, എക്സേൽ ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർ മെല്ലെ നോക്കി ചെയ്യണം കേട്ടോ. അടുത്തത് ഹൈ ബി പി ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് ചെയ്യുക. പാദഹസ്താസനം എപ്പോഴും നമ്മൾ യോഗ പഠിക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോഴ്സ് ചെയ്തിരിക്കണം. അപ്പോൾ അത് കഴിയുന്നതും നമ്മളൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ കാലുകൾ കൈകളൊക്കെ ചേർത്ത് വെച്ച് നമ്മളിനി പാദഹസ്താസനം ചെയ്യാൻ പോകുന്നു. ഇൻഹേൽ, എക്സേൽ, ഇങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകണം. എക്സേൽ, 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 നോർമൽ ബ്രീത്ത്, ഇൻഹേൽ, എക്സേൽ. ഇത് ശരിയായ രീതിയിൽ നമ്മളെ നെറ്റി പോയിട്ട് കാൽമുട്ട് ടച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ചരിഞ്ഞ് നിന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ. അപ്പോൾ ഇത് ഹാർഡായിട്ട് ചെയ്ത് യോഗ പ്രത്യേകം പറയുമ്പോൾ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഇതാ ഇൻഹേൽ, എക്സേൽ, നോർമൽ ബ്രീത്ത്. ടച്ച് കേട്ടോ. ഇൻഹേൽ, എക്സേൽ. ഇതാണ് പാദഹസ്താസനം. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കൗണ്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട ഞാൻ കാണിച്ചു തരാം. നമുക്ക് നട്ടെല്ലാം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു പോകും. എന്താ വെച്ചാൽ വെറുതെ ഒരു ആസനം ഞാൻ കാണിച്ചു തരാം. നോക്കുക, നമ്മൾ പിടിക്കുന്നത് നോക്കുക കറക്റ്റായിട്ട്. ഈ ആംഗിളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടുന്ന് കണ്ട ഇൻഹേൽ, എക്സേൽ, കണ്ട കാല് പിടിച്ച് കണ്ട. ഇനി അവിടെ നിന്ന് ഗ്യാപ്പില്ല. എന്ത് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സ്ഥിരം സുഖം, ഇതൊക്കെ നല്ല പവറുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതൊക്കെ കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്. ഇനി കുറച്ചും കൂടി ആസനാസ് ഉണ്ട്. അതിന് മുന്നേ ഞാനൊരു ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഭഗ ആസനം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഭഗാസനം, ഭഗം എന്ന് പറയുന്നത് കൊക്കാണ്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് കൈകൾ നേരെ വെച്ച് ഇതാണ്. ഇതാണ് ഭഗാസനം. ഇത് കണ്ട ഈസി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം. അപ്പം ഞാൻ കണ്ട ഒരു കിതപ്പൊന്നുമില്ലാതെ നിന്നപ്പോൾ അതാണ് ഭഗാസനം. അപ്പം ഈ രീതിയിൽ നമ്മൾ ഓരോന്ന് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ടൈമിൻ്റെ പരിധി കുറവാണ്. കൂടുതൽ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയമായി. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ക്ലോസിങ് പ്രയർ അതിലേക്ക് കിടക്കാം. നേരെ വജ്രാസനം. വജ്രാസനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ വജ്രാസനത്തിൽ ഇതാണ് വജ്രാസനം. കാലുകൾ മടക്കി ഇരിക്കുന്നത്. വെറുതെ ഇരുന്നിട്ട് ഒരു 100 ബ്രീത്ത് മാത്രം എടുത്താൽ ഇത് ഒറ്റ ആസനം മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിയ ആസനം, ഏത് സമയത്തും ചെയ്യാം. വജ്രാസനം ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഡൈജഷൻ സംബന്ധമായ ദഹന വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന നല്ലൊരു ആസനമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇരുന്നാൽ മതി. മാത്രമല്ല ഒരു മെഡിറ്റേഷൻ പോസ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് അത്രയും പ്രത്യേകമാണ്. വജ്രനാഡികൾ ചലിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ നല്ല രീതിയിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ.
വജ്രാസനം. അപ്പോൾ വജ്രാസനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ക്ലോസിംഗ് പ്രയർ ചെയ്ത് അവസാനിപ്പിക്കാം. കണ്ണടച്ചിരുന്ന് സ്വസ്ഥമായി ചിരിക്കുക. ശ്രദ്ധ ശ്വാസഗതിയിലേക്ക് കൊടുക്കുക. ഒരു ചൈതന്യമായി തൻ്റെ ദേഹത്തെ സങ്കല്പിച്ചുകൊണ്ട് ശാന്തി മന്ത്രം ചൊല്ലാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിറകിൽ കെട്ടി യോഗമുദ്ര ചെയ്യാം. അതിനുശേഷം കൈകൾ കൂപ്പി നേരെ നെറ്റിക്ക് മുകളിൽ കൊണ്ടുവന്ന് നമസ്കരിക്കുക. നേരെ നെഞ്ചിന്റെ ഭാഗത്ത് കൈകൾ കൂപ്പി നമസ്കരിക്കുക. വളരെ സാവകാശം ഒരു പുഞ്ചിരിയോടുകൂടി കണ്ടു. അപ്പോൾ നമ്മളിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി കുറേ ഒട്ടനവധി ആസനങ്ങളുണ്ട്. നമുക്ക് നല്ല ശരീരത്തിന് ഗുണപ്രദമാകുന്ന പല അസുഖങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലൊക്കെ എത്ര അസുഖങ്ങൾ മാറിയവരുണ്ടായിരുന്നു. അതുമാത്രമല്ല, മനസ്സിന്, ശരീരത്തിന്, ബുദ്ധി. നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യുന്ന രീതിയാണ്. മൊബൈലിൽ കുറേ സാധനം കയറി എന്താവും, നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതേമാതിരി ഇതിൽ കുറേ സാധനങ്ങൾ കയറ്റിയാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് ധ്യാനം, ശവാസന ഇതൊക്കെ പറയുന്നത്. ഇത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. ഏതായാലും നമ്മൾ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.